ഹായ് ഓൾ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഞാൻ കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുമിച്ച് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഫസ്റ്റ് ആണ് സ്കിൻ കെയർ, പിന്നെ മേക്കപ്പ്, പിന്നെ ഇതാണ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഷോപ്പിലത്തെ ഔട്ട്ഫിറ്റ് ആണ്. യോക്കിൽ ഒരു യെല്ലോ ബ്രൊക്കേഡ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹെം ചെയ്തിട്ടില്ല കേട്ടോ നെക്ക്. പിന്നെ ചെറിയൊരു ബട്ടൺ ഡീറ്റെയിൽസ്, ബട്ടൺ അല്ല ഷോ ബട്ടൺ പോലെ ഇല്ലേ അങ്ങനെ. പിന്നെ താഴത്ത് ഒരു പിങ്ക് കളറിലുള്ള ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലുക്ക്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെന്നാ ഫസ്റ്റ് തന്നെ സ്കിൻ ആൻഡ് ബോഡി കെയർ ചെയ്യാം. ആദ്യം തന്നെ അണ്ടർ ആർമിന് വേണ്ടിയിട്ടുള്ളത് ഇതാണ് ഈവൻ ടോണ്. ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. അണ്ടർ ആം, എൻ്റെ അണ്ടർ ആമിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഭയങ്കര ബാഡ് സ്മെല്ലാണ് വയർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ കാര്യം എനിക്കറിയില്ല. ഇത് യൂസ് ചെയ്തേ പിന്നെ നമ്മളിപ്പോൾ ഇപ്പം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെൽ ഉണ്ടാവാറില്ല. ഇതിന് ഫ്രീക്വൻറ്റ് സ്മെല്ലില്ല. ജസ്റ്റ് ഒരു സ്പ്രേ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിനൊരു ജാസ്മിൻ്റെ ഫ്ലേവർ അങ്ങനത്തെ ഫ്ലേവർ ഒന്നുമില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. പിന്നെ ഈവൻ ടോൺ ആവാൻ വേണ്ടിയിട്ട്, ഈവൻ ടോൺ ആവാൻ അത്രയാവോ എനിക്കറിയില്ല. കാരണം ഞാൻ ഷേവ് ചെയ്യുന്നത് കൊണ്ട് ഷേവിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും ഡാർക്ക് ആകും അണ്ടർ. അപ്പം അതെനിക്കറിയില്ല. ഇനി ടോണർ ഇത് വണ്ടറിൻ്റെ ടോണറാണ്. ഇത് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായിട്ട് ഈ ബോട്ടിൽ. ടോണറിന്റെ ആവശ്യം ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഒരു 5-10 സ്റ്റെപ്പ് സ്കിൻ കെയർ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ വളരെ മിനിമൽ ആയിട്ടാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. ടോണറിന്റെ ആവശ്യം പ്രത്യേകിച്ചില്ല. ഞാൻ വാങ്ങിച്ചുകൊണ്ട് ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോണർ യൂസ് ചെയ്യുന്നതാണ്. യൂസ് ചെയ്തിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സിറം ടോണറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് കുറച്ചും കൂടി സ്കിന്നിന് നല്ലത്. ഇനി ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞതാണ്. ഷാംപൂ കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്തതാണ്. അപ്പം നമുക്കൊന്ന് ഹെയർ സിറം, ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ സിറം ഇതാണ്. ഇത് നല്ല സ്മെല്ലുണ്ട്, നല്ലതാ. ഇനി അടുത്തത് കോസ്റെക്സിന്റെ സിറമാണ്. ഇതെന്റെ 5th ബോട്ടിലോ 6th ബോട്ടിലോ എങ്ങാണ്ടാണ്. ഗുഡ്. എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഡ്രൈനെസ്, എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നിന് ഒരു മോയ്സ്ചറൈസർ ലെവൽ കൊടുക്കാൻ നല്ലതാണ്. പിന്നെ സ്കിന്ന് കുറച്ചും കൂടി ബെറ്റർ ആവും. ഇതൊന്നല്ലായിരുന്നു എൻ്റെ സ്കിന്ന്. എൻ്റെ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ എണ്ണയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഡിഫറെൻറ്റ് മനസ്സിലാക്കാം. ഞാൻ പണ്ടത്തെ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്തിടാം. ഇനി നെക്സ്റ്റ് ബോഡിക്കുള്ള സൺസ്ക്രീൻ. ഇത് ഓൾമോസ്റ്റ് എൻ്റെ ഫിനിഷ് ആവാറായി. ബോഡിക്ക് സൺസ്ക്രീൻ മസ്റ്റാണ്, പ്രത്യേകിച്ച് സ്ലീവ്ലെസ് ഇടുമ്പോൾ. സ്ലീവ്ലെസ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും സൺസ്ക്രീൻ മസ്റ്റാണ്. എണ്ണയാണെങ്കിൽ നിങ്ങൾക്ക് കൈ കണ്ടാൽ അറിയാം ഭയങ്കര ഡാർക്ക്നെസ് ആണ് കമ്പയർ ടു ഫേസ്. അത് ആക്ച്വലി 2 വീലർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. വർഷങ്ങളായിട്ടുള്ള 2 വീലർ യൂസ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ആകെയുള്ള ഒരു ഉപകാരമാണ് ഈ കയ്യിലുള്ള ഈ ടാൻ പോകും, പിറ്റേ ദിവസം ടാണാകും, അങ്ങനെയാണ്. ഓക്കെ, ഇത് ബോഡിക്കുള്ള മോയ്സ്ചറൈസർ. ഇത് ഗുഡാണ്. എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. ഇത് പിന്നെ ന്യൂട്രജീന, വെനൂസ, ഇതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ബോഡി മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മാക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ ടിറയിലത്തെ ഒരു സെയിൽസ്മാൻ എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്. എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആയിരുന്നു കൊണ്ട്. അപ്പം എക്സ്ട്രാ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇത്. ഫേസ് ഒന്ന് നല്ലോണം ഹൈഡ്രേറ്റ് ആവും. ഇത് ഒരു ഈവനിങ് വരെ ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് മോയ്സ്ചറൈസർ. മോർണിംഗ് ഞാൻ സീറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഇനി ഹെയർ ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ചെറിയ ഡ്രയറാണ്, ഫിലിപ്സിൻ്റെ ഡ്രയറാണ്. വളരെ നല്ലതാണ്, ക്യാരി ചെയ്ത് കൊണ്ടടക്കാനും ഒക്കെ നല്ലതാണ്, ട്രാവലൊക്കെ ചെയ്യുമ്പോൾ. അല്ല, സൺസ്ക്രീൻ. ഈ സൺസ്ക്രീൻ വിഷ്കേൻ്റെ സൺസ്ക്രീമാണ്. വൈറ്റ് കാസ്റ്റിംഗ് തീരെ ഇല്ല കേട്ടോ, നല്ല സൺസ്ക്രീമാണ്. ഞാൻ
ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഇതാണ്. ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വെയിൽ കൊണ്ടാലും വൈറ്റ് കാസ്റ്റിംഗ് ഉണ്ടാവില്ല. അത്രയും നല്ല സൺസ്ക്രീമാണ്. കുറേ ബോട്ടിൽസ് ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഞാനിത് മറന്നുപോയി. എൻ്റെ ലിപ്പിന് ഡാർക്ക്നെസ് കൂടുതലാണ്. അപ്പൊ ഇത്രയാണ് സ്കിൻ കെയർ വരുന്നത്. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. മേക്കപ്പില് ഇത് ഡി ആൽബഡ സ്പ്രേ ആണ് കേട്ടോ. ഇതിൻ്റെ ഇതൊക്കെ പോയി ഡി ആൽബഡ സ്പ്രേ ആണ്. ഇത് ഫേസിന് കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടി നല്ലതാണ്. ഇതെന്റെ 3rd ബോട്ടിലാണ്. കുറച്ച് ഷൈനി കിട്ടും. അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് തോന്നുന്നുണ്ട്. എത്രത്തോളം ക്യാമറയിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയാം, പക്ഷെ ഇത് വളരെ നല്ല. ഇനി ഇത് കോൺസെൻട്രേറ്റ് മോയ്സ്ചറൈസർ പ്രൈമർ ആണ്. ദിസ് ഇസ് ഗുഡ്. എൻ്റെ ഓൾമോസ്റ്റ് ഇത് ഫിനിഷ് ആവാറായി. ക്ലിക്കഡയാണ്. മോയ്സ്ചറൈസർ ആയിട്ടും പ്രൈമർ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കൺസീലർ, ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഫൗണ്ടേഷൻ വല്ല ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാറുള്ളൂ. ഈ ബോൺ ദിസ് വേയുടെ സൂപ്പർ കവറേജ് കൺസീലർ ആണ്. ഞാൻ വേറെ കൺസീലറൊക്കെ യൂസ് ചെയ്യുന്നത്. ഞാൻ മലയാറ്റീറയിൽ പോയപ്പോൾ എനിക്ക് സെയിൽസ്മാൻ എൻ്റെ സ്കിന്നിനോട് മാച്ച് ആയിട്ടുള്ള കൺസീലർ തന്നതാണ്. ഇത് ശരിക്കും ബ്രൈറ്റ്നെസ്സിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ സ്കിന്നുമായിട്ട് എന്താ പറയുക, എൻ്റെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ളൊരു ടോണാണ്. ഞാൻ അവരോട് പറഞ്ഞത് സ്കിന്ന് കുറച്ച് എന്താ പറയുക ഗ്ലാസി സ്കിന്നായിട്ട് നിൽക്കണം എന്നുള്ളൂ, ബ്രൈറ്റ് ആക്കണം എന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അത് വെച്ചിട്ട് എനിക്ക് അവർ തന്ന കൺസീലറാണിത്. ചെസ്റ്റ്നട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇട്ടിട്ടുള്ള ലുക്ക് വരുന്നത്. ഡിഫറെൻറ്റ് മിക്സിൻ്റെ ബോൺ ദിസ് വേ ഈ ഫൗണ്ടേഷനെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതുകൂടി മിക്സ് ചെയ്തിടുമ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് ഫേസിന് തോന്നും. ഞാനിപ്പോൾ ഇന്നിട്ടിട്ടില്ല. ഇനി ഐബ്രോ എൻ്റെ ഫില്ല് ചെയ്തില്ലെങ്കിൽ, ഞാൻ വലിയ മേക്കപ്പ് പഠിച്ചിട്ടൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എനിക്ക് ചെയ്യുന്നു എന്നല്ലാതെ I don't know how to make up, but this is simple for me eyeliner. ഇത് ആക്ച്വലി എനിക്ക് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്കിത് എവിടെ നിന്നാണെന്ന് അറിയില്ല. ഫ്രണ്ട് യൂസ് ചെയ്യുന്ന വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് എൻ്റെ ഇല്ല. ഇത് മാക്കിൻ്റെ ഐബ്രോ ജെല്ലാണ് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും ഒരു വല്ലാത്ത ഫിനിഷിംഗ് ആണ് ഐബ്രോയ്ക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, വാവ്, നൈസ്. ഇനി ഇത് നാസിൻ്റെ എന്താ പറയുക മസ്കാര. ഇതെനിക്ക് ടിരേന്ന് പോയിന്റിന് ഫ്രീ കിട്ടിയിട്ടുള്ള ഹുദ ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ്, ഐ ഷാഡോ പാലറ്റാണ്. ബ്യൂട്ടിഫുൾ പാലറ്റ്. ഓക്കെ, വാവ്, ബ്യൂട്ടിഫുൾ. ഇതിൽ എൻ്റെ മിററും ഉണ്ട്. നൈസ്. ഇതിലൊരു ഷെയ്ഡ് നമുക്ക് ഇടാം. ഞാൻ കൈ കൊണ്ടാണ് ഇടുന്നത്. ഐ ഷാഡോ ഇടാൻ എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കക്ഷിയല്ല ഞാൻ. എനിക്ക് അലർജിയുള്ള പേഴ്സണാണ്. അപ്പം ഞാൻ നോർമലി കണ്ണ് എഴുതാറില്ല. വല്ല ഫംഗ്ഷനോ പുറത്തു പോകാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ മാത്രമേ ഇടാറുള്ളൂ. ഷോപ്പിൽ പോകുമ്പോൾ ഞാൻ ഐലൈനറോ കണ്ണൊന്നും എഴുതാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ടോട്ടലി ചേഞ്ച് ആവും. എന്നെ കാണാനേ തന്നെ വേറൊരാളാവും. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കുറേ കാലമായിട്ട് അലർജിയാണ്, കംപ്ലീറ്റ്ലി അലർജി ബോഡിയാണ്. മെബിലിൻ്റെ ഐലൈനറാണിനി. ലിപ്സ്റ്റിക്കിൻ്റെ ബേസ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇത് ലിപ്പ് ലൈനറാണ്. ബേസ് ഇട്ട് കൊടുത്തു. ഇനി കോമ്പാക്ട്, മാഷ് ബോസിൻ്റെ കോമ്പാക്റ്റാണ്. എനിക്ക് ഈ സൈഡിലൊരു എന്താ പറയുക മറുകല്ല, ഒരു ഡാർക്ക്നെസ് കൂടുതലുണ്ട്. ഈ സൈഡിലുണ്ട്, ഈ സൈഡിലും ഉണ്ട്. പക്ഷെ ഇവിടെയാണ് കൂടുതലും. ഞാനതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിട്ട് കൊടുക്കുകയാണ്. കോമ്പാക്റ്റാണ്. പിന്നെ മൂക്കിൻ്റെ ഈ സൈഡിൽ, പിന്നെ ഇവിടെ കേട്ടോ. ഇത്ര ഇടുന്നുള്ളൂ, ആവശ്യമുള്ളൂ.
പിങ്ക് എനിക്ക് ഫേവറേറ്റ് കളറായി ഈ ഷെയ്ഡ്. ഒരു കഴിയുമ്പോ ടോട്ടലി ചേഞ്ച് ആയില്ലേ, വേറൊരാളായല്ലേ. നൈസ് നൈസ്. ഇനി ഫൈനലി നമ്മൾ ഈ ചെയ്ത മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിംഗ് സ്പ്രേ. ഇതാണ് സെറ്റിംഗ് സ്പ്രേ. ഇത് മാക്കിൻ്റെയാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ്, സ്കിൻ കെയർ വിത്ത് എൻ്റെ മേക്കപ്പ്, ഇന്നത്തെ കോസ്റ്റ്യൂം. ഇനി ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ എടുക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു, ബൈ ബൈ.